നമ്മൾ ഈ പ്രോപ്പർട്ടിയിലാണുള്ളത്. ഈ റോഡിൻ്റെ ഇടത് സൈഡിൽ കാണുന്ന കേട്ടോ. ഈ റോഡ് ഒരു 40-45 മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ടാവും. അതിൻ്റെ മേലെ സൈഡ് ഇപ്പം ഞാൻ സൂം ചെയ്യുന്ന അവിടെ മുതൽ ആ ഒരു ഏരിയ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ആ ഒരു ഏരിയ മുതൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. ടോട്ടൽ 1 ഏക്കർ 42 സെൻറ്റ് സ്ഥലമാണുള്ളത്. എൻ്റെ ഇടത് വശത്തായിട്ട് ഇപ്പം നമ്മൾ പ്രോപ്പർട്ടിയാണ് ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സൈഡാണ് പ്രോപ്പർട്ടി വരുന്നത്. ഇത് നമ്മളെ ബത്തേരി മുനിസിപ്പാലിറ്റി തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ബീനാച്ചിയാണ്, ബത്തേരി ബീനാച്ചി. നമ്മളെ ബത്തേരി ബീനാച്ചി പനമരം റോട്ടിൽ ഒരു 10 മീറ്റർ ഇപ്പോൾ കാണിച്ച റോഡിന് ഇറങ്ങിയാൽ ഈ പ്രോപ്പർട്ടി എത്തും. ബീനാച്ചി ടൗണിൽ തന്നെ എന്ന് പറയാം. ബത്തേരി ടൗൺ ഏരിയയാണ്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്കിപ്പോൾ കാണാം. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഭയങ്കര രസമുള്ളൊരു ലാൻഡാണ്. ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ നമ്മളെ 1 ഏക്കർ 42 സെൻറ്റിന് കംപ്ലീറ്റ് ഈ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. ഭയങ്കര രസമുള്ളൊരു കാഴ്ച കേട്ടോ. ലോങ് വ്യൂ ആണ്. ഞാൻ നമ്മളെ മൊബൈൽ ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ട് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഭയങ്കര രസമുള്ളൊരു വ്യൂ ആണ്. നമ്മളൊരു ചെറിയ ഹട്ടോ അല്ലെങ്കിൽ നല്ലൊരു കോട്ടേജൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഈ വ്യൂ കാണുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരിക. ലോങ് വ്യൂ ആണ്. ഭൂമി ചെരിഞ്ഞിട്ടാണ്. നല്ല ചെരിവ്, കുഴപ്പമില്ലാത്തൊരു ചെരിവുണ്ട്. ആ ഒരു പോർഷനുണ്ട്. ആ ഒരു പോർഷൻ ഞാൻ ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള ലാൻഡാണ്. നമുക്ക് കൺസ്ട്രക്ഷൻ പറ്റും. റോഡ് സൈഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ടാറിങ് റോഡുണ്ട്. നേരെ അടിയിൽ ഞാനിപ്പം ഇതിൻ്റെ താഴത്തെ സൈഡാണുള്ളത്. നേരെ താഴെയുള്ള റോഡാണ് നിങ്ങൾ താഴെ കാണുന്നത് കേട്ടോ. 2 സൈഡ് ടാറിങ് റോഡാണ്. താഴെയും മേലെയും ടാറിങ് റോഡാണ്. അതുകൂടാതെ ഈ ലാൻഡിൻ്റെ ഉള്ളിലോട്ട് നമ്മളൊരു റോഡ് വെട്ടിയിട്ടുമുണ്ട്. ഇപ്പം നമ്മൾ അതൊരു മണ്ണ് റോഡാണ്. ജസ്റ്റ് റോട്ടിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് ആ ഒരു സൗകര്യം കൂടെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണ്ട് ഒരു ചെരുവ് എന്ന് പറഞ്ഞാൽ വലിയ കുത്തനുള്ള ചെരുവൊന്നല്ല, സേഫാണ്. നമുക്ക് എല്ലാ പ്രൊജക്റ്റിനും പറ്റുന്ന ഒരു ഏരിയ ആണ്. ഭയങ്കര വ്യൂ ഉള്ള ഏരിയ ആണ്. നമുക്ക് ടൗൺ അടുത്താണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ടൗൺ ഏരിയയിലാണ്. ഉള്ളോട്ടൊന്നും പോകണ്ട. എന്നാൽ വില ഞാനിപ്പോൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ആ ഒരു പോർഷൻ ലാൻഡും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. മുഴുവൻ കണ്ടിട്ടേ പോകാവുള്ളൂ. ഇതിൻ്റെ വില മാന്യമായൊരു വിലയാണ്. വില ഞാനിപ്പോൾ പറയും. നമ്മളിപ്പോൾ ലാൻഡിൽ താഴെ ഭാഗത്ത് നിന്നിട്ടുള്ള ഏത് ഭാഗത്ത് നിന്നാലും, ഇപ്പോൾ ഏറ്റവും താഴെ പോയി നിന്നാലും നല്ല വ്യൂ ആണ്. അതാണ് ഇതിൻ്റെ അട്രാക്ഷൻ. പിന്നെ പ്രോപ്പർട്ടി പട്ടയൊക്കെ ഉള്ള ഭൂമിയാണ്. കൺസ്ട്രക്ഷൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത പേപ്പറാണ്. 2 ആധാരമാണ് കിടക്കുന്നത്. 2 പട്ടയാണ് കിടക്കുന്നത്. പേപ്പേഴ്സൊക്കെ പക്കയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. നമുക്ക് നല്ലൊരു റിസോർട്ട് ഇതിൽ പ്ലാൻ ചെയ്യാം. ടൗൺ ഏരിയയിൽ തന്നെ റിസോർട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇത് ലാൻഡ് ഏതാണ്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ടോട്ടൽ ഇതുള്ളത് 1 ഏക്കർ 42 സെൻറ്റ് ലാൻഡ് കേട്ടോ. ഇതിൻ്റെ ഒരു വ്യൂ നിങ്ങൾ കാണുന്നുണ്ടാവും. ഭയങ്കര രസമുള്ള വ്യൂ ആണ്. പിന്നെ എൻ്റെ ബാക്കോട്ടാണ് കാര്യമായിട്ട് സ്ഥലം വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഏതാണ്ട് ഒരു 50 സെൻറ്റ് ലാൻഡേ ഉണ്ടാവുള്ളൂ. ബാക്കോട്ടാണ് സ്ഥലം വരുന്നത്. ആ ഒരു പോർഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി അതും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് സെൻറ്റിന് 1.25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക. ബത്തേരി ടൗണിലാണ്. ടൗൺ അടുത്താണ്. മീനാച്ചിയിൽ നിന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. ബത്തേരി ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ ലെവൽ കിടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക. നമ്മളിപ്പോൾ ഈ മേലെ സൈഡായിട്ടുള്ളത്. ഈ ലാൻഡ് തുടങ്ങുന്ന സൈഡ്, അതായത് ഫസ്റ്റ് കാണിച്ച വീഡിയോൻ്റെ കുറച്ചുകൂടെ മേലെ ആ റോഡ് കൂടെ വണ്ടി പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഒരു 10 മീറ്റർ. അത് ബീനാച്ചി പനമരം റോഡാട്ടോ. ബസ് റൂട്ടാണ്. ബീനാച്ചി പനമരം, ബീനാച്ചി മാനന്തവാടി റോഡ് മെയിൻ ഹൈവേ ആണ്. പിന്നെ അതിൽ നിന്ന് നമ്മൾ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ബീനാച്ചി ടൗണാണ്. പിന്നെ ബത്തേരി ടൗണാണ്. ഒക്കെ അടുത്തടുത്താണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ അതാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ വില നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സെൻറ്റിന് 1.25 എന്നുള്ളത് ഒരിക്കലും കൂടുതലല്ല, കുറവാണ്. കാരണം ഇത്ര മെയിനായിട്ടുള്ളൊരു ഏരിയയിലാണ് ഈ ലാൻഡ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്ന് എങ്ങനെ മാർക്കറ്റ് അന്വേഷിക്കാം. ഈ ഒരു റേഞ്ചിന് ഇവിടെ ലാൻഡ് കിട്ടാനില്ല. നല്ല റേഞ്ചുള്ള ഏരിയ ആണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് മാർക്കറ്റ് അന്വേഷിക്കാം. നമുക്ക് ഈ ഒരു പോർഷൻ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. ഇതിൽ കുറച്ച് മരങ്ങളായതുകൊണ്ട് വ്യൂ കാണാൻ എളുപ്പം. നിലവിൽ അപ്പുറത്തെ ആ ഒരു പോർഷനിൽ മരങ്ങളില്ലാത്തതുകൊണ്ട് നന്നായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് നല്ല വ്യൂ ആട്ടോ. ഇതിൽ കുറച്ച് മരങ്ങളുണ്ട്.
ഇത് ശരിക്കും 2 സെക്ഷനായിട്ടാണ് വരുന്നത്. നേരത്തെ നമ്മൾ നിന്ന ഒരു 42 സെൻറ്റ് സ്ഥലവും ഇതൊരു 1 ഏക്കർ സ്ഥലവും രണ്ടും ഒരാളതാണ്. രണ്ടും 2 പട്ടയത്തിലാണ് കേട്ടോ ഉള്ളത്. ഇതിന് കൺസ്ട്രക്ഷനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ടൗൺ ഏരിയ ആണ്, നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം. നമുക്ക് കൺസ്ട്രക്ഷൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഏത് പ്ലാനും ഇവിടെ പാസ്സാവും. നല്ലൊരു റിസോർട്ട് ചെയ്യാം. ഈ ഭാഗത്ത് ലാൻഡിന് മെറ്റേൻ്റെ അത്ര ചെരുവില്ല കേട്ടോ, കുറച്ചുകൂടി ഒരു നിരപ്പുള്ളൊരു ഏരിയ ആണിത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വ്യൂ ഉള്ളത്. താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക. ടൗൺ അടുത്താണ്, ടൗൺ ഏരിയയിലാണ്. ഇനി നമുക്ക് വെറുതെ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലാൻഡാണ്. കുറച്ച് കഴിയുമ്പോൾ നല്ല വിലയ്ക്ക് വിൽക്കാം. ഇപ്പം തന്നെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്താൽ നല്ല വിലയ്ക്ക് വിൽക്കാം. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക കേട്ടോ.